കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്നും ചേരും. അമേഠി റായ്ബറേലി സീറ്റുകളിലെ അനിശ്ചിതത്വം തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ധാരണയായ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിച്ചേക്കും. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, വൈകിട്ട് 4 മണിക്കാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരാനിരിക്കുന്നത്. ബീഹാർ, ജാർഖണ്ഡ്, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ചയാകും. അതിനുശേഷം ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോട് തന്നെ ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഡൽഹിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുകയായിരുന്നു. പല സംസ്ഥാനങ്ങളിലെയും സീറ്റുകൾ സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട്. അവയെല്ലാം തന്നെ ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോട് തന്നെ പ്രഖ്യാപനത്തിലുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇന്നത്തെ 4 മണിക്കാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നത്. പ്രധാനമായും CPM ധാരണയിലെത്തിയ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ, കൂടാതെ ജാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സീറ്റ് വിഭജനം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ആ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയായും ഇന്ന് തീരുമാനിക്കുക. അതിനുശേഷം ഒരു പ്രഖ്യാപനം ഉണ്ടാകും. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഉത്തർപ്രദേശിലെ അമേഠി, അതോടൊപ്പം റായ്ബറേലി തുടങ്ങിയ 2 മണ്ഡലങ്ങൾ, അത് പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ഒരു വിഭാഗം നേതാക്കൾ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഹൈക്കമാൻഡ് ഇപ്പോഴും ഈ ഒരു വിഷയത്തിൽ എന്തായാലും പിന്നീട് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ അല്പസമയത്തിന് തന്നെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ പ്രകടന പത്രികയുടെ പുറത്തിറക്കാനുള്ള സാധ്യതയും എന്തായാലും ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.